പൗരത്വ പ്രക്ഷോഭങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ബീഹാറിലേക്ക് സ്വാഗതം. ഈ വരുന്ന നവംബർ മാസം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിൽ തത്രപ്പെട്ട് വോട്ടർ പട്ടികയിൽ ഒരു പുനഃപരിശോധന. അതും വെറും പുനഃപരിശോധനയല്ല, അതിതീവ്ര പുനഃപരിശോധന. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഫോം പൂരിപ്പിച്ചു നൽകണം. അതോടൊപ്പം പറയുന്ന പൗരത്വ രേഖകളും ഹാജരാക്കണം. ഒന്നാമതായിക്കൊണ്ട് ആധാർ കാർഡ് ഒരു പൗരത്വ രേഖയല്ല അത്രേ. 2, നിങ്ങളുടെ വോട്ടർ ID, അതും പൗരത്വ രേഖയല്ല അത്രേ. ജനന സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അതും നിങ്ങളുടെയും അച്ഛന്റെയും അമ്മയുടെയും അടക്കം ജനന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാമോ എന്ന് അവർ ആലോചിക്കുകയുള്ളൂ എന്ന്. അസാമിൽ 20 ലക്ഷത്തോളം മനുഷ്യർ NRCയിൽ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താണ്. ആ പട്ടികത ബീഹാറിലേക്ക് നീളുന്നു. 2026 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും നീട്ടുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ആശ്വാസകരമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ പൗരത്വം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിർണയിക്കാനോ ഉള്ള അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ കേസ് അവസാനിച്ചിട്ടില്ല. പൗരത്വ പ്രക്ഷോഭങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് തുറക്കുകയും പിന്നീട് അടച്ചുവെക്കുകയും ചെയ്യേണ്ടുന്ന ഒന്നല്ല. ഭരണഘടന ഏതെങ്കിലും ഒരു സമയത്ത് അടച്ചുവെക്കാവുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. നിങ്ങൾ ശ്രദ്ധാലുക്കളായില്ലെങ്കിൽ, നിങ്ങൾ അവകാശബോധ്യങ്ങൾ ഇല്ലാത്ത മനുഷ്യരായി പോയെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പുറന്തള്ളപ്പെട്ടവരാകും എന്ന മുന്നറിയിപ്പ് രാജ്യത്ത് നിന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജാഗ്രതയായിരിക്കും.